ഇത്തവണ വീട്ടിൽ വന്നപ്പോൾ അച്ഛനൊരു ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി ഞാൻ വെച്ചോളാം, അച്ഛൻ പറഞ്ഞു തന്നാൽ മതിയെന്ന്. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ അരിയാനുള്ളതും അരയ്ക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി തന്നു. എനിക്ക് അടുപ്പിൻ്റെ അവിടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര എളുപ്പമുള്ളൊരു ബിരിയാണിയായിരുന്നു. എണ്ണ ചൂടായതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം, മല്ലിയില, പുതിനയില ഇത്രയും സാധനങ്ങൾ അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തപ്പോഴത്തേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിക്കൻ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചെടുത്തു. തൊട്ടിപ്പുറത്തൊരു പാത്രത്തിലേക്ക് വെള്ളം തിളച്ചതിൽ സ്പൈസസും ഓയിലും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ റൈസും കൂടെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുക്കറിലിരുന്ന് നമ്മുടെ വെന്ത ചിക്കന് ഇഡലിത്തട്ടിലോട്ട് അങ്ങോട്ട് മാറ്റി. ഒറ്റ ലെയറിനെ ഉള്ളായിരുന്നു, ഞങ്ങൾക്ക് 3 പേർക്ക് മതിയായിരുന്നത് കൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് റൈസും പിന്നെ പുതിനയില, മല്ലിയില, കാഷ്യൂ റൈസിൻസ്, നെയ്യ്, വറുത്ത സവാള, കറിവേപ്പില എല്ലാം കൂടെ വെച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, നമ്മുടെ ബിരിയാണി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.